ദൈവജനമേ, പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം വളരെ വിശുദ്ധമായ ജീവിതമാണ്. ഖുറാനിലെ അധ്യായങ്ങൾക്ക് സൂറത്ത് അഥവാ സൂറ എന്നാണ് വിശേഷിപ്പിക്കുക. ഖുറാനിലെ സൂറത്ത് മറിയത്തിലെ 19-ാം അധ്യായം മറിയത്തെക്കുറിച്ചുള്ള വിവരണം അവളുടെ വിശുദ്ധിക്കും ദൈവത്തിലുള്ള പൂർണ്ണമായ സമർപ്പണത്തിനും ഊന്നൽ നൽകുന്നു. ഈ വിവരങ്ങൾ കത്തോലിക്കാ സഭയുടെ മറിയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ, പ്രത്യേകിച്ച് അവളുടെ അമരോത്ഭവത്തെയും നിത്യ കന്യകാത്വത്തെയും സാധൂകരിക്കുന്നവയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളും പാപരഹിതയായി സംരക്ഷിക്കപ്പെട്ടവളുമാണ് മറിയം എന്ന ക്രൈസ്തവ വിശ്വാസത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ ആത്മീയ യാത്രയിൽ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിലേക്ക് അടുക്കാൻ മറിയത്തിൻ്റെ മാതൃക നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന മറിയത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പൂർണ്ണമായ ആശ്രയബോധത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് അവളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ള വാസസ്ഥലമാക്കി മാറ്റി മറിയം. ഇത് നമ്മെയും യേശുവിനായി നമ്മുടെ ഹൃദയം ഒരുക്കാൻ പഠിപ്പിക്കുന്നു. ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് ആഹാസ് രാജാവിന് നൽകിയ ഏശയ്യായുടെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം ഈ ദിവ്യരഹസ്യത്തിൻ്റെ മുന്നോടിയായിരുന്നു. സിറിയയും ഇസ്രായേലും ആഹാസ് രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന സന്ദർഭത്തിലാണ് ഏശയ്യ ഈ സന്ദേശം നൽകിയത്. രാജാവിൻ്റെ വിശ്വാസക്കുറവിനെ നേരിട്ടുകൊണ്ട് ദൈവം ഒരു അടയാളം നൽകുമെന്ന് ഏശയ്യ പ്രഖ്യാപിച്ചു. ഇതാ, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ പ്രവചനം മറിയത്തിലൂടെ നിവർത്തി ആയപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ വിശ്വസ്തത നാം തിരിച്ചറിയുന്നു. മറിയം വഴി ദൈവം നമ്മോടുകൂടെ എന്ന സത്യം യാഥാർത്ഥ്യവുമായി. അവൾ ക്രിസ്തുവിനെ നമുക്ക് നൽകിയ പരിശുദ്ധ ദൈവമാതാവാണ്. അതിനാൽ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ മറിയം ഒരു വഴികാട്ടിയും മധ്യസ്ഥയുമാണ്. മധ്യത്തിൻ്റെ മാതൃസഹജമായ സ്നേഹവും പ്രാർത്ഥനയും നമ്മെ അവിടുത്തെ കർത്താവിൻ്റെ പക്കലേക്ക് നയിക്കുന്നു. സഹോദരങ്ങളെ, മറിയത്തിൻ്റെ ജീവിത വിശുദ്ധി അനുകരിക്കാൻ നമുക്ക് അനുദിനം പരിശ്രമിക്കാം.